ഡൽഹി സ്ഫോടനത്തിൻ്റെ സൂത്രധാരനും അത് നടപ്പാക്കിയ ആളുമായ ചാവേർ, ആ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ യു നബി ആണെന്ന് വ്യക്തമായതോടുകൂടി അന്വേഷണം നേരെ ഹരിയാനയിലെ ഫരീദാബാദിലെ ദൗജ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 70 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഫലാഹ് സർവകലാശാലയിൽ എത്തി നിൽക്കുകയാണ്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ സർവകലാശാല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയ ഏജൻസികൾക്ക് ലഭിച്ചത്. 2014 അന്ന് ഹരിയാന ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരാണ് ഈ സർവകലാശാലയ്ക്ക് അനുമതി കൊടുത്തത്. ഈ സർവകലാശാലയുടെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. 650 കിടക്കകളുള്ള മെഡിക്കൽ കോളേജാണ്. അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡോക്ടർമാർക്കും ഒക്കെ പ്രത്യേകം താമസിക്കാൻ വേണ്ടുന്ന ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെയുള്ള ഒരു മെഡിക്കൽ കോളേജാണത്. അതുപോലെ തന്നെ മറ്റു പല കോഴ്സുകളും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വലിയ തോതിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തായാലും ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഈ ഫരീദാബാദിലെ ഈ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനുണ്ടായ കാരണം നവംബർ 7 പിടിയിലായ അഹമ്മദ് മുഹീദ്ദീൻ സയ്യിദ് എന്ന ഡോക്ടറെ കേന്ദ്രീകരിച്ച് ആരംഭിച്ച അന്വേഷണമാണ് ഫരീദാബാദിലേക്ക് നീണ്ടതും ഫരീദാബാദിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റിയിലെത്തിയതും ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘത്തെ പ്രേരിപ്പിച്ചതും. എന്തായാലും ഇവിടെ പഠിച്ച് പുറത്തിറങ്ങിയ ആളാണ് ഈ ഡോക്ടർ ഉമർ യു നബി. ഇയാൾ നേരത്തെ ശ്രീനഗറിലെ ഒരു മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നതാണ്. അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടതാണ്. മോശം പെരുമാറ്റത്തെ തുടർന്ന് അവിടെ ഒരു രോഗി മരിക്കാനിടയായ സാഹചര്യം ഇതെല്ലാം വന്നപ്പോൾ സർക്കാർ അവിടെ നിന്ന് ഈ ആളിനെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയതിന് ശേഷം ഇയാൾ തിരിച്ച് ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ വരികയും അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലിയിൽ കയറുകയും ചെയ്തു. അങ്ങനെ അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ഇയാൾ ചാവേറായിട്ട് കാറിൽ പൊട്ടിത്തെറിച്ച് ഡൽഹിയിൽ 8 പേരെ കൊലപ്പെടുത്തിയ ഈ ഭീകരാക്രമണം നടത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേറെയും ചില ഡോക്ടർമാർ അറസ്റ്റിലായിരുന്നു. അവരെ ശരിക്കു പറഞ്ഞാൽ അവർക്ക് ഈ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ ഇ മുഹമ്മദ് JEM എന്ന ഭീകര സംഘടനയുടെയും അൻസാർ ഗസ്വാത്തുൽ ഹിന്ദ് എന്നൊരു സംഘടനയുണ്ട്, ഭീകര സംഘടനയാണ്. ഇതിൻ്റെയും ആൾക്കാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. തൽക്കാലം ഞാൻ ഈ ഡോക്ടർമാരിലും അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലും മാത്രം ഈ വിഷയം ഉറപ്പിച്ച് നിർത്തുകയാണ്. അങ്ങനെ ഈ മോഡ്യൂളുകളുമായിട്ട് ഈ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഭീകര സംഘടനകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. അത് ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ പല വിദ്യാർത്ഥികളെയും ഈ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഇവർ കാരണമായിട്ടുണ്ട്. ഈ വിഷയം ഇത് മാത്രമല്ല, ഇത് ഈ പറയുന്നത് പോലെ ഈ ജെയ്ഷെ മുഹമ്മദോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അൻസാർ ഗസ്വാത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന 2 സംഘടനയോ മാത്രമല്ല ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇന്നലെ ഗുജറാത്ത് ATSൻ്റെ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ATSലെ DIG സുനിൽ ജോഷി തന്നെ പറഞ്ഞത് പ്രകാരം ISKP ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറേഷ്യൻ പ്രൊവിൻസ് എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ദക്ഷിണേഷ്യൻ ഘടകമാണ്. ഈ ഘടകവുമായിട്ട് പ്രത്യക്ഷമായും പരോക്ഷമായും ഇവർക്ക് ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള ISKPയുടെ മറ്റൊരു ചെറിയ വിഭാഗം അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അഫ്ഗാനിൽ നിന്ന് അതായത് ഈ ഇന്ത്യയിലെ ഗുജറാത്തിലെ ISKPയുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം കൈമാറിയത് പിടിച്ചെടുത്തതാണ് നമുക്ക് ഇത്രയും വലിയ ഒരു ആക്രമണം, ഡൽഹി ചുട്ട് ചാമ്പലാക്കാനുള്ള ഒരു ആസൂത്രണം, അതിനെ പൊളിക്കാനും ഈ സ്ഫോടനം ഇത്രയും ഈ മാരകമായ ഒരു സ്ഫോടനം നടക്കുന്നതിൽ നിന്ന് തടയാനും കഴിഞ്ഞത് അതുകൊണ്ടാണ്. അത് വളരെ കൃത്യമായിട്ട്
അഫ്ഗാനിൽ നിന്നും ആ സന്ദേശം, പിടിച്ചെടുത്ത സന്ദേശം നമുക്ക് കൈമാറുകയും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം അതിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് ഈ ഡോക്ടർ അഹമ്മദ് മുഹിദ്ദീൻ സയ്യിദ് എന്ന് പറയുന്ന ഹൈദരാബാദ് സ്വദേശിയായ ചൈനയിൽ പഠിച്ച ഡോക്ടർ, MBBS ബിരുദം നേടിയ ഡോക്ടർ പിടിയിലാകുന്നത്. ഒരു വിഷക്കൂട്ട്, നമുക്കറിയാം ആവണക്കിൻ്റെ എണ്ണ എടുത്തതിന് ശേഷം അതിൻ്റെ ചണ്ടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന റൈസീൻ എന്ന് പറയുന്ന അതിമാരകമായ കൊടും വിഷം, അത് തയ്യാറാക്കി കാറിൽ തോക്കുകളും ആയിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഗുജറാത്ത് ATS ഈ ഡോക്ടറെ പിടികൂടുന്നത്. ഈ ഡോക്ടറിന് നേരിട്ട് IS-ഉമായിട്ട് ബന്ധമുണ്ട്. ഈ ഡോക്ടറെ പിടികൂടിയതിൽ നിന്നാണ് ഈ ഫരീദാബാദ് അൽ ഫല യൂണിവേഴ്സിറ്റിയിലെ, ഫരീദാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഈ യൂണിവേഴ്സിറ്റിയിലെ നിരവധി ആൾക്കാർക്ക് ഇതിൽ ബന്ധമുണ്ടെന്നും ഇവർ ഒത്തുചേർന്ന് ഈ രണ്ട് പാകിസ്ഥാൻ കേന്ദ്രീകൃത രണ്ട് സംഘടനകളോടൊപ്പം ചേർന്ന് ഡൽഹി ചുട്ട് ചാമ്പലാക്കാൻ വലിയ ആസൂത്രണം നടത്തുന്നതായിട്ടും നമുക്ക് വിവരം ലഭിച്ചത് അപ്പോഴാണ്. അങ്ങനെയാണ് ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അന്വേഷണം ലക്നൌവിലേക്ക് പോവുകയും ലക്നൌവിൽ നിന്ന് ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന വനിതാ ഡോക്ടറെ അസാൾട്ട് റൈഫിളുമായിട്ട്, കാഴ്ചയ്ക്ക് AK-47 സാമ്യം തോന്നുമെങ്കിലും AK-47 അല്ല എന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. ആദ്യം അത് AK-47 എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നത്. പിന്നീട് പോലീസ് തന്നെ അതിനെക്കുറിച്ച് സ്ഥിരീകരണം നൽകി. അത് അസാൾട്ട് റൈഫിളാണ്, കാഴ്ചയ്ക്ക് AK-47 പോലെ ഇരിക്കും, അതിമാരകമാണ്. അതും അതിൻ്റെ 3 മാഗസീൻ, തിരകൾ നിറച്ച 3 മാഗസീനുകളടക്കം ആണ് ഈ ഡോക്ടർ പിടിയിലായത്. അവരുടെ പക്കൽ നിന്ന് ഈ തോക്ക് കണ്ടെടുത്തു, അതിൻ്റെ തിരകൾ കണ്ടെടുത്തു. അവർ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ ഇന്ത്യയിലെ നേതാവാണ്. വനിതാ ചാവേറുകളെ സൃഷ്ടിക്കാനാണ് അവരെ നിയോഗിച്ചിരിക്കുന്നത്, അവരുടെ ചുമതല അതാണ്. ഇതൊക്കെ മനസ്സിലാക്കി. അങ്ങനെ അന്വേഷണം തൊട്ട് കൃത്യമായിട്ട് പോവുകയും കാശ്മീരിൽ നിന്നുൾപ്പെടെ അറസ്റ്റിലായിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു വിഷയമാണ്, നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. എന്തായാലും ഈ അൽ ഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് വളരെ വിശദമായ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഈ ഉമർ യു നബി മാത്രമല്ല, അറസ്റ്റിലായ ഷക്കീൽ, അതുപോലെ ഈ ഡോക്ടർ ഷക്കീൽ തുടങ്ങിയ ആൾക്കാരെല്ലാവരും വലിയ രീതിയിൽ അവിടെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയതായിട്ടാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഷക്കീലിൻ്റെ മുറി, ഈ ഷക്കീൽ ശരിക്കും കാശ്മീർ സ്വദേശിയാണ്. ഈ ഹരിയാനയിലെ ഈ യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഷക്കീലിൻ്റെ മുറി, ആ യൂണിവേഴ്സിറ്റിയിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റൽ മുറി, അയാൾക്ക് അവിടെ മുറിയൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു മൗലവിയാണ്. ആ മൗലവി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇർഫാൻ ഹബീബ് എന്നാണ് അയാളുടെ പേര്. അയാൾ തന്നെ ഒരു കൊടും ഭീകരനാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നമുക്കത് മറ്റൊരു വിഷയമായതുകൊണ്ട് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഈ സംഭവം, അതായത് ഷക്കീലിൻ്റെ മുറി പരിശോധിച്ചപ്പോഴാണ് സ്ഫോടക വസ്തുക്കൾ, ഇയാൾ 2 വീടുകൾ അവിടെ വാടകയ്ക്ക് എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വലിയ രീതിയിൽ മാരകമായിട്ട് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു. അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ളത് കണ്ടെടുത്തു. പക്ഷേ ഇയാളുടെ കുടുംബത്തിന് ഇതറിയില്ല. ഇയാളുടെ കുടുംബം അയാൾ നിരപരാധിയാണെന്ന് പറയുന്നു. ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല, ഷക്കീൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷെ 12 സൂട്ട് കേസുകളിലായിട്ട് ഇയാളുടെ മുറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. അതുപോലെ ഒരു ബക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇവിടെ 20 ടൈമറുകൾ, ബാറ്ററികൾ, ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് കൺട്രോളുകൾ, 5 കിലോഗ്രാം മെറ്റൽ, ഖനലോഹങ്ങൾ, ഇതെല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. ഒപ്പം ആശയവിനിമയത്തിന് വേണ്ടി വോക്കി ടോക്കി സെറ്റ് ഇയാൾ കൈവശം വച്ചിരുന്നു, അതും കണ്ടെടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അന്വേഷണ സംഘത്തെ ഞെട്ടിച്ച മറ്റൊരു വിവരമുണ്ട്. അത് ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ഈ മെഡിക്കൽ റിസർച്ച് സെൻറ്ററിൻ്റെ ലബോറട്ടറി RDX ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചു എന്ന വിവരമാണ്. ഇത് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അന്വേഷണ സംഘം ഞെട്ടിപ്പോയി. കാരണം ഒരു സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജിൻ്റെ ലബോറട്ടറി ഇത്തരത്തിൽ ഒരു മാരകമായ സ്ഫോടക വസ്തു നിർമ്മിക്കാൻ, അതിനുവേണ്ടി വിവിധ കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അങ്ങനെയുള്ള മാരകമായ സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ചു എന്ന വിവരമാണ് ഇവരെ ഞെട്ടിക്കുന്നത്. അത് സത്യത്തിൽ ഈ അന്വേഷണ സംഘം
ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് അൽഫല യൂണിവേഴ്സിറ്റി അടിമുടി ഇന്ത്യയിൽ ഈ പറയുന്നത് പോലെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനും വിഘടനവാദം വർദ്ധിപ്പിക്കാനും ഈ പറഞ്ഞ രീതിയിൽ പല നഗരങ്ങളെയും, ഡൽഹി മാത്രമല്ല, ഡൽഹി, അഹമ്മദാബാദ്, അതുപോലെ തന്നെ ചണ്ഡീഗഡ് ഉൾപ്പെടെയുള്ള ലഖ്നൗ ഉൾപ്പെടെയുള്ള പല നഗരങ്ങളും തകർത്ത് ചാമ്പലാക്കാൻ വേണ്ടിയിട്ട്, കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ആസൂത്രണമാണ് ഈ സർവകലാശാല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരുന്നത്. ഇത് സത്യത്തിൽ അന്വേഷണ സംഘം ആകെ ഞെട്ടിപ്പോയി. ഇത് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അൽ ഫലാഹ് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ്. ഇവർക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ലോ, മെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ കോളേജുകളും സെൻറ്ററുകളും ഉണ്ട്. ഇതെല്ലാം ഇത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ഡോക്ടറേറ്റ് വരെയുള്ള ബിരുദങ്ങൾ നൽകാൻ ഇവർക്ക് സാധിക്കും. അതിനുള്ള അംഗീകാരം ഇവർക്കുണ്ട്. സ്വകാര്യ സർവകലാശാലയാണ്. 2014 ആരംഭിച്ചത്. കേവലം 10 വർഷം കൊണ്ടാണ് അവർ ഈ തരത്തിൽ വിവിധ ഉന്നത ബിരുദങ്ങളുള്ള ഈ ചാവേർ മനസ്ഥിതിയുള്ള കൊടും ഭീകരന്മാരെയും കൊടും വനിതാ ഭീകരരെയും വാർത്തെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവരുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്കാരടക്കം, ഇതിൻ്റെ പ്രിൻസിപ്പൽ അടക്കം 52 പേര് കസ്റ്റഡിയിലാണ്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ കൂടുതൽ ആഴത്തിൽ ഈ അൽ ഫലാ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നാലെ വരാം.